നമസ്കാരം. ഓരോ ദിവസവും തന്റെ അഹങ്കാരം വളർത്തിയെടുക്കുന്ന നേതാവാണ് പിണറായി വിജയൻ. തന്റെ അധികാരത്തിൽ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് വാൾ കുത്തിയിറക്കുന്ന സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല. എത്രയോ പേരോടാണ് തന്റെ അഹങ്കാരം വാക്കുകളാൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഇന്ന് സംഭവിച്ചതും അതുതന്നെയാണ്. നല്ല ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി എന്ന് പറഞ്ഞതിന് അവതാരകയോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് വിവിധ വേദികളിലായി നടന്നുവരുന്ന മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിച്ച ഇൻസാഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മടങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് അവതാരക നന്ദി അറിയിച്ചത്. പ്രസംഗത്തിന് ശേഷം മടങ്ങാനൊരുങ്ങിയ മുഖ്യമന്ത്രി അവതാരകയുടെ നന്ദി വാക്കുകൾ കേട്ട് തിരിഞ്ഞുനിന്ന് ക്ഷുഭിതനാവുകയും ചെയ്തു. അത്തരം കമന്റുകളൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തന്റെ അനിഷ്ടം പ്രകടിപ്പിച്ചത്. ഇനി മുഖ്യമന്ത്രിയുടെ പ്രസംഗം നല്ലതാണെന്ന് ആരും പറയരുത്, പ്രത്യേകിച്ച് വേദിയിലുള്ള അവതാരകർ. അത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഷ്ടമല്ല. കേരളത്തിലെ ജനങ്ങളോട് നേരിട്ട് സംവദിച്ച പലതും പഠിച്ച മുഖ്യമന്ത്രി തന്റെ നിലപാട് തെല്ല് ക്ഷോഭത്തിൽ പറയുകയായിരുന്നു. ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് പരിപാടിയുടെ ഉദ്ഘാടനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ക്ഷോഭം. പ്രസംഗവേദിയിൽ പലതരത്തിൽ പിണറായിയുടെ ക്ഷോഭം ചർച്ചയായിട്ടുണ്ട്. സ്വാഗത പ്രസംഗം കൂടിയാൽ പോലും വഴക്ക് കിട്ടും. ഇത് ആദ്യമായാണ് നല്ലത് പറഞ്ഞതിനും ചീത്ത കേൾക്കുന്നത്. നല്ല പ്രസംഗത്തിന് നന്ദി എന്ന് അവതാരക പറഞ്ഞു. ഉടനടി പിണറായി തിരിഞ്ഞു നിന്ന് അവതാരകയോട് പറഞ്ഞു, ഇത്തരത്തിലുള്ള കമന്റുകളൊന്നും വേണ്ട, അടുത്തയാളെ വിളിക്ക്. ഇത് കേട്ടിട്ടും അവതാരക പതറിയില്ല എന്നതാണ് വസ്തുത. ഒന്നും സംഭവിക്കാത്ത വിധം റവന്യൂ മന്ത്രിയായ കെ രാജനെ ഉപചാരപൂർവ്വം ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹം വന്ന് ഒന്നും സംഭവിക്കാത്ത വിധം അടുത്ത പ്രസംഗവും നടത്തി. ഇരിപ്പിടത്തിലെത്തിയ മുഖ്യമന്ത്രി തൊട്ടടുത്ത സീറ്റിലുള്ള പ്രമുഖനോട് എന്തോ സംസാരിക്കുകയും ചെയ്തു. പുകഴ്ത്തലിലെ അപ്രിയത അറിയിച്ചെന്ന് വേണം കരുതാൻ. ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനും പിണറായി വിജയന്റെ അതിവിശ്വസ്തനുമായ എ റഷീദായിരുന്നു തൊട്ടടുത്ത സീറ്റിലിരുന്നത്. റഷീദിനോടാണ് മുഖ്യമന്ത്രി എന്തോ കമന്റ് പറഞ്ഞത്. മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലും ചടങ്ങിലുണ്ടായിരുന്നു. അതേസമയം ഇന്ന് കൊൽക്കത്ത മെട്രോയുടെ ഭാഗമായി മെട്രോ ട്രെയിൻ വെള്ളത്തിനടിയിലൂടെ കടന്നു പോകുന്നതിനായി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഹൂഗ്ലി നദിയിൽ നിർമ്മിച്ച 520 മീറ്റർ നീളമുള്ള ടണലാണ് പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം അണ്ടർ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തു. വിദ്യാർത്ഥികളുമായി സംവദിച്ചാണ് പ്രധാനമന്ത്രി യാത്ര ചെയ്തത്. വിദ്യാർത്ഥികളോട് കുശലം പറഞ്ഞ് യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു. ട്രാക്കിലൂടെ എത്തിയ മെട്രോ ട്രെയിനിലെ യാത്രക്കാരെ അദ്ദേഹം അഭിവാദ്യം ചെയ്തു. എന്തായാലും പിണറായി വിജയനോട് തീർത്തും എതിർവശത്ത് തന്നെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുന്നത്. ഓരോ സാധാരണക്കാരനോടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ തന്നെ ഈ കുട്ടികളുമായി സംവദിക്കുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സ്നേഹം കൊണ്ടാണ് അദ്ദേഹം അവരെയൊക്കെ കാണുന്നതെന്നും സംസാരിക്കുന്നതെന്നും. ഇതൊക്കെ പിണറായി വിജയൻ കണ്ടു പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഓരോ സാധാരണക്കാരനോടും പ്രധാനമന്ത്രി മോദി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. എന്നാൽ തീർത്തും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ പിണറായിയുടെ ഓരോ കാട്ടിക്കൂട്ടലുകളും. സ്നേഹിക്കുന്നവരോടും അതുപോലെ തന്നെ ശത്രുതാ മനോഭാവം തന്നെയാണ് പിണറായി വിജയൻ കാണിക്കുന്നത്.